ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് മുതലക്കുളത്ത് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ തീപിടിച്ച് പൊട്ടിത്തെറിച്ച് അപകടം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സംവരണ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കണമെന്ന് മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം. പൂതലിച്ച CPM ഇനി മണ്ണോട് ചേരുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ബഷീർ അനുസ്മരണ ദിനത്തിൽ വൈലാൽ വീട് സന്ദർശിച്ച വിദ്യാർത്ഥികൾ. പൂക്കാട് കലാലയം സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ചുമർ ചിത്ര പ്രദർശനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മുതലക്കുളത്ത് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് പൊട്ടിത്തെറിച്ച് അപകടം. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. അഗ്നിശമന യൂണിറ്റുകളും ആംബുലൻസും എത്തി രക്ഷാപ്രവർത്തനം നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ അഹമ്മദിയ പള്ളിക്ക് സമീപത്തെ കടയിൽ രാവിലെ 7 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അഹമ്മദിയ പള്ളിക്കടുത്ത TBS വ്യാപാര സമുച്ചയത്തിന് മുമ്പിലുള്ള പഴയ കടയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. തുടർന്ന് മറ്റ് 3 കടകളിലേക്കും തീ പടരുകയായിരുന്നു. അപകട സമയത്ത് 2 പേരായിരുന്നു കടയിലുണ്ടായിരുന്നത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അകത്തുണ്ടായിരുന്ന രണ്ടാമത്തെയാൾക്ക് പുറത്തേക്ക് കടക്കാനാകാത്തതിനെ തുടർന്നാണ് പരിക്കേറ്റത്. പൊള്ളലേറ്റ ഇദ്ദേഹത്തെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സംവരണ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കണമെന്ന് മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം. അവകാശ നിഷേധങ്ങൾക്കെതിരെ MVSS നടത്തുന്ന സമരപരിപാടികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഞങ്ങൾ ഒരേ സമയം കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവകാശ നിഷേധങ്ങൾക്കെതിരെ AG's ഓഫീസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ഭാരവാഹികൾ അറിയിച്ചു. കേരള സർക്കാരുകൾക്ക് മുന്നിൽ ഭരണഘടനാവകാശങ്ങൾ ഉയർത്തിക്കൊണ്ട് ജൂലൈ 10 തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും AG's ഓഫീസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കും. SC/ST OBC വകുപ്പ് മുൻ മന്ത്രി AP അനിൽകുമാർ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ജാതി സെൻസസ് നടത്തുക, SC/ST അവകാശ സംരക്ഷണ നിയമം പാസാക്കുക, പൊതു ഖജനാവിൽ നിന്നും പണം ചെലവഴിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും PSC വഴി നിയമനം നടത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാതിരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്ന് MP രവീന്ദ്രൻ, K സേതുമാധവൻ തുടങ്ങിയവർ പറഞ്ഞു. പൊതു ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് എല്ലാ സ്ഥാപനങ്ങളിലും PSC വഴി നിയമനം നടത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുവൽക്കരിക്കുന്നത് നിർത്തുക, സ്വകാര്യവൽക്കരിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണം പുനഃസ്ഥാപിക്കുക, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപന നിയമനം PSCക്ക് വിടുക, എല്ലാ സ്ഥാപനങ്ങളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക, ഒഴിവുള്ള തസ്തികകൾ നികത്തുക, കരാർ കൺസൾട്ടൻസി നിയമങ്ങൾ നിർത്തുക, സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യുക, ലംസഗ്രാന്റ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂത്തലിച്ച CPM ഇനി മണ്ണോട് ചേരുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ CPM പൂതലിച്ച അവസ്ഥയിലാണെന്ന പ്രസ്താവനയിൽ അത്ഭുതപ്പെടാനില്ലെന്നും പൂതലിന്റെ അടുത്ത ഘട്ടം മണ്ണോട് ചേരുക എന്നതാണെന്നും BJPക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറി BJPക്ക് ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണെന്നും CPMൽ ചോർച്ചയുണ്ടായത് മേൽക്കൂരയിലല്ല മറിച്ച് അടിത്തറയിലാണ്. അതുകൊണ്ടുതന്നെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ടു പോകുമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. മാരാർജി ഭവനിൽ BJP ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും 2 കാലിൽ നടക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ യോഗം അപലപിക്കുന്നതായി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ പറഞ്ഞു. കലാലയങ്ങൾ കലുഷിതമാക്കാൻ ഇറങ്ങുന്ന ഭരണകക്ഷിയിൽപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ പിടിച്ചുകെട്ടാൻ CPM തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് VK സജീവൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ കൗൺസിൽ അംഗങ്ങളായ ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, KP ശ്രീശൻ മാസ്റ്റർ, ജില്ലാ സഹപ്രഭാരി K. നാരായണൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ M. മോഹനൻ മാസ്റ്റർ, E. പ്രശാന്ത് കുമാർ, വൈസ് പ്രസിഡന്റ് KP വിജയലക്ഷ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബഷീർ അനുസ്മരണ ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വയലാലിൽ വീട് BM UP സ്കൂൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. സംഘത്തെ ബഷീറിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു. കഥകളിൽ അറിഞ്ഞ് പരിചയിച്ച സാഹിത്യലോകം കുട്ടികൾക്ക് പുതിയ അനുഭവമായി. മലയാളത്തിന്റെ വിശ്വവിഖ്യാതനായ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വയലാലിൽ വീട് സന്ദർശിച്ച് പുതിയറ BEM UP സ്കൂൾ വിദ്യാർത്ഥികൾ. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച ബേപ്പൂർ സുൽത്താന്റെ വീട്ടിലേക്കൊരു യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. വയലാലിലെ വീട്ടിലെത്തിയ യാത്രാസംഘത്തെ ബഷീറിന്റെ മകൻ അനീസ് ബഷീറിന്റെ മകൻ നസീമും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു. ഭാഗ്യം ലഭിച്ച കുട്ടികളാണ് നിങ്ങളെന്നും MTയെയും ബഷീറിനെയും പോലുള്ള എഴുത്തുകാർ വളർന്നു വരട്ടെയെന്നും പേരക്കുട്ടി ആശംസിച്ചു. വിട പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ബഷീർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഏറ്റവും വലിയ അംഗീകാരമാണെന്നും നസീം കൂട്ടിച്ചേർത്തു. മാംഗോസ്റ്റിൻ മരവും ബഷീറിന്റെ ഗ്രാമഫോണും കഥകളിലൂടെ മാത്രം അറിഞ്ഞ ബഷീറിന്റെ സാഹിത്യ ലോകവും കൺമുൻപിൽ കണ്ടതോടെ കുട്ടികൾക്ക് അതൊരു നവ്യാനുഭവമായി. കുട്ടികളും പങ്കെടുത്ത അധ്യാപകരും ആദ്യമായി കൺമുൻപിൽ പത്മശ്രീ പുരസ്കാരം കണ്ടു. ശേഷം മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ ബഷീറിന്റെ പേരക്കുട്ടിയോടൊപ്പം ഫോട്ടോയും എടുത്ത് വീണ്ടും കാണാമെന്ന വാക്കിൽ അവിടെ നിന്നും മടങ്ങി. രുചിയുള്ള, നമുക്ക് സങ്കല്പിക്കാവുന്നതിലേറെ രുചികരമായിട്ടുള്ള ഒരുപാട് സാഹിത്യ സൃഷ്ടികൾക്ക് സാക്ഷിയായിട്ടുള്ള ബഷീറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാളാണ് നമ്മുടെ ഈ മാംഗോസ്റ്റിൻ. ഇതിന് കീഴിലിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെല്ലാം തന്നെ രചിച്ചത്. പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപക കോർഡിനേറ്റർ സ്മിത ലക്ഷ്മി, ഷജീർ ഖാൻ വയ്യാനം, ഷൈനി റോസ്, നിജിന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പൂക്കാട് കലാലയം സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ചുമർ ചിത്ര പ്രദർശനം. ചുമർ ചിത്രകല അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ M. നളിൻ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു.
പാലക്കാട് കലാലയം സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കോഴിക്കോട് ലളിതകലാ അക്കാദമി ഹാളിൽ പഞ്ചവർണിക എന്ന പേരിൽ ചുമർ ചിത്ര പ്രദർശനം തുടങ്ങി. പ്രശസ്ത ചുമർ ചിത്രകാരനും ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പലുമായ എം നളിൻ ബാബു ഉദ്ഘാടനം ചെയ്തു. കലാലയം പ്രസിഡന്റ് UK രാഘവന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ M ലക്ഷ്മണൻ, പ്രശസ്ത ചുമർ ചിത്രകാരൻ സതീഷ് തായാട്ട് എന്നിവർ സംസാരിച്ചു. രമേശ് കോവുമൽ ചിത്രങ്ങൾ പരിചയപ്പെടുത്തി. കലാലയം സെക്രട്ടറി K ശ്രീനിവാസൻ സ്വാഗതവും ജനറൽ കൺവീനർ സുരേഷ് ഉണ്ണി നന്ദിയും പറഞ്ഞു. കലാലയം മ്യൂറൽ വിഭാഗത്തിലെ പഠിതാക്കളായ C ശാന്തകുമാരി, ഷീജ റഷീദ്, ഷീബ സുലീഷ്, ഹീര സുനിൽ, അയന TK, അനശ്വര T, ശ്രുതി VP, റിങ്കുഷ രാജൻ, ഷിബിന മനോജ്, സുരഭി H ഗൗഡ, സവീഷ് കുമാർ, ഭവീഷ് കൗസ്തുഭം, അഖിൽ CK, ലിജീഷ് KM, ജോബിഷ് MK, അരുൺ ശ്രീ, ബിനീഷ് ലക്ഷ്മണൻ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ജൂലൈ 8 വരെ പ്രദർശനം നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. JDT ഇസ്ലാം ഹൈസ്കൂൾ ബഷീർ അനുസ്മരണ പരിപാടികൾ നടത്തി. ബഷീറിന്റെയും ബഷീർ കഥാപാത്രങ്ങളുടെയും കാരിക്കേച്ചർ ശ്രദ്ധേയമായി. സാഹിത്യ നഗരമായ കോഴിക്കോടിനും ആദരമർപ്പിച്ചു. പ്രിൻസിപ്പൽ EK മഖ്ബൂൽ ഉദ്ഘാടനം നിർവഹിച്ചു. JDT ഇസ്ലാം ഹൈസ്കൂൾ ക്രയോൺസ് ക്ലബിന്റെയും മലയാളം ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ബഷീർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സാഹിത്യ നഗരമായ കോഴിക്കോടിന് JDT ഇസ്ലാം ഹൈസ്കൂളിന്റെ ആദരം നൽകിക്കൊണ്ട് പ്ലാവിലകളും മാംഗോസ്റ്റിൻ ഇലകളും ചേർത്ത് ബഷീറിന്റെയും ബഷീർ കഥാപാത്രങ്ങളുടെയും കാരിക്കേച്ചർ നിർമ്മിച്ചു. പരിപാടി JDT ഇസ്ലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ EK മഖ്ബൂൽ ഉദ്ഘാടനം ചെയ്തു. JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ E അബ്ദുൽ കബീർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നവാസ് മൂഴിക്കൽ അധ്യക്ഷനായി. ഹൈസ്കൂൾ അധ്യാപകൻ ഡോക്ടർ K സുബൈർ സ്വാഗത ഭാഷണം നിർവഹിച്ചു. സ്കൂളിലെ ചിത്രകലാധ്യാപകൻ സാജിദ് ചോല പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ അധ്യാപകരായ മുഹമ്മദ് ബഷീർ, ഡോക്ടർ അദീബ് C, സാജിദ K, ഷാബിദ KT, സക്കീന K, അബ്ദുൾ റഷീദ് P, റോഷി കെളമനം, ഷിഹാബുദ്ദീൻ, ബിന്ദു എന്നിവർ പങ്കെടുത്തു. ബഷീറിനെ വായിക്കാത്തവരില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ രീതിയിൽ രസകരമായി വായിച്ചു പോകുന്ന തൻ്റെ വാക്കുകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് ബഷീർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ധനസഹായവുമായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. MDC സമാഹരിച്ച തുക മന്ത്രി VN വാസവൻ നമ്പി രാജേഷിന്റെ കുടുംബത്തിന് കൈമാറി. എയർ ഇന്ത്യ സമരം കാരണം കുടുംബത്തെ അവസാനമായി കാണാനാവാതെ മരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന് ധനസഹായം നൽകി കോഴിക്കോട് ആസ്ഥാനമായ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. MDC സമാഹരിച്ച 25,000 രൂപ മന്ത്രി VN വാസവൻ അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ച് കുടുംബത്തിന് കൈമാറി. രാജേഷിന്റെ ഭാര്യ അമൃതയുടെ അമ്മ ചിത്ര സഹായധനം ഏറ്റുവാങ്ങി. കൗൺസിൽ പ്രസിഡന്റ് C ചാക്കുണ്ണിയുടെ നേതൃത്വത്തിലാണ് കൗൺസിൽ അംഗങ്ങൾ തിരുവനന്തപുരത്തെത്തിയത്. പരിപാടിയിൽ ഖജാൻജി MV കുഞ്ഞാമു, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, രക്ഷാധികാരി A ശിവശങ്കരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി. ജില്ലയിലെ മാധ്യമങ്ങളിലെയും പരസ്യ ഏജൻസികളിലെയും മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് അഡ്വർടൈസിംഗ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെ ആദരിച്ചു. ബ്ലസിറ്റ ബെൻ, M. മേഘ്ന, അഭിനവ് ജോബി എന്നീ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ എക്സലൻസ് പുരസ്കാരങ്ങൾ നൽകി. റേസ് ഏഗൺ മാനേജിംഗ് ഡയറക്ടർ രജീഷ് തേറത്ത് പുരസ്കാരങ്ങൾ നൽകി. മുപ്പത്തൊൻപത് വർഷത്തെ സേവനം പൂർത്തിയാക്കി മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച K. ഹരികുമാറിനെ യോഗം ആദരിച്ചു. പ്രസിഡന്റ് ശ്രീജിത്ത് കടത്തനാട്, സെക്രട്ടറി KE ഷിബിൻ, ട്രഷറർ AR അരുൺ, രക്ഷാധികാരി N. രാജീവ്, ക്ലബ്ബ് അംഗങ്ങളായ PM മാത്യു, ഭാനു പ്രകാശ്, KV രജീഷ്, ഭിനൽ ആനന്ദ്, വിപിൻനാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളിലെയും ചെക്ക് കേസുകളിലെയും കോടതി ഫീസുകളിൽ നീതീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീമമായ വർധനവാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സ്വർണവും പണവും ഉൾപ്പെടെയുള്ള മുതലുകൾ തിരിച്ചു കിട്ടാൻ കുടുംബ കോടതികളെ സമീപിക്കേണ്ട സാഹചര്യം വരുന്ന സാധാരണക്കാർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് താങ്ങാൻ കഴിയാത്ത വിധമാണ് കോടതി ഫീസുകളിൽ വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. നീതി കിട്ടാൻ വൻ തുക കോടതി ഫീസ് അടയ്ക്കേണ്ടി വരുമ്പോൾ അത് നീതി നിഷേധത്തിന് വഴിവെക്കുകയും സമൂഹത്തിന്റെ പ്രതികരണ ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബാർ അസോസിയേഷനും അഭിഭാഷക സംഘടനകളും ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോടതി ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 6 രാവിലെ 11 മണി മുതൽ 11:15 വരെ അഭിഭാഷകർ കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MG അശോകൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. രാജേഷ് കുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് സോമൻ, ട്രഷറർ അഡ്വക്കേറ്റ് മുഹമ്മദ് ജാസിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ്, നെറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI ജില്ലാ കമ്മിറ്റി ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ആദായ നികുതി ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. സംഘർഷ സാധ്യതയെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ ധർണ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് C. തോമസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ മറവിൽ വൻ വിദ്യാഭ്യാസ കുംഭകോണമാണ് നടന്നതെന്ന് ജെയ്ക് പറഞ്ഞു. DYFI ജില്ലാ പ്രസിഡന്റ് LG ലിജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PC ഷൈജു, TK സുമേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. അരുൺ, K. ഷഫീഖ്, KM മീനു, ദീപു പ്രേംദാസ്, PM സ്മൃതി എന്നിവർ പ്രസംഗിച്ചു. മൗലികതയാർന്ന വാസ്തുശില്പങ്ങൾ കൊണ്ട് മലയാളിയുടെ കലാബോധത്തെ രചനാത്മകമായി നിർമ്മിച്ചെടുത്ത പ്രമുഖ ശില്പി കാനായി കുഞ്ഞിരാമന് ഈ വർഷത്തെ 27ാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം നൽകുമെന്ന് പുരസ്കാര സമിതി ഭാരവാഹികൾ പറഞ്ഞു. 50,000 രൂപയും നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ഗ്രാമഫോൺ ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അവാർഡ് ജേതാവിന്റെ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത മിടുക്കനായ വിദ്യാർത്ഥിക്ക് MN വിജയന്റെ പേരിലുള്ള 15,000 രൂപയുടെ അവാർഡും ചടങ്ങിൽ വെച്ച് നൽകും. തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്യുമെന്നും സമയം കാനായിയുടെ സൗകര്യത്തിനനുസരിച്ച് തീരുമാനിക്കുമെന്നും ബഷീറിന്റെ മക്കളായ അനീസ്, ഷാഹിന, വെങ്കിടാചലം, ബാലചന്ദ്രൻ പുതുക്കുടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് മാറാട് വിവേകാനന്ദ വിദ്യാലയത്തിൽ KTSA ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇന്ററാക്ടിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത ഫുട്ബോൾ കോച്ച് ദീപക് CM ഉദ്ഘാടനം ചെയ്തു. ഹെഡ് കോച്ച് ഷുജിത്ത്, ബിനീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ ബിനീഷ് നായർ അധ്യക്ഷത വഹിച്ചു. രാജീവ് മംഗലത്ത്, PTA പ്രസിഡന്റ് ബൈജു തുടങ്ങിയവരും സംസാരിച്ചു. 2024 ആശയം ബുക്സ് ബഷീർ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു.
നോവൽ, കഥാസമാഹാരം, കവിതാസമാഹാരം, പഠനം, ജീവചരിത്രം എന്നീ 5 വിഭാഗങ്ങളിലായി ഓരോ വിഭാഗത്തിലും 3 കൃതികൾക്ക് വീതവും ജൂറിയുടെ ഒരു പ്രത്യേക പുരസ്കാരവും ഉൾപ്പെടെ ആകെ 16 പുരസ്കാരങ്ങളാണ് നൽകുന്നത്. ആശയം ബുക്സ് അധ്യക്ഷനും ചീഫ് എഡിറ്ററുമായ പ്രൊഫസർ MK സാനുവിന്റെ മേൽനോട്ടത്തിലാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ആശയം ബുക്സ് 1994 പുറത്തിറക്കിയ അനുസ്മരണ പഠന ഗ്രന്ഥത്തിന്റെ അനുബന്ധമായാണ് ബഷീർ സ്മാരക പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ഗ്രന്ഥത്തിന് 30 വയസ്സ് പൂർത്തിയായ വേളയിൽ വിപുലമായി സംഘടിപ്പിക്കുന്ന ബഷീർ ഉത്സവ പരിപാടിയിൽ വെച്ച് പുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്നും ആശയം ബുക്സ് ഡയറക്ടർ VVA ഷുക്കൂർ, കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ വലിയ വീട്ടിൽ, ഖാദർ പാലാഴി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാൽ സംഭരണം നന്നേ കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ജീവൻ. സംഘത്തിന്റെ പ്രവർത്തന ചെലവ്, ജീവനക്കാരുടെ വേതനം എന്നിവ സുഗമമാക്കുന്നതിനായി മലബാർ മേഖലാ യൂണിയൻ പ്രതിമാസം ഒരു നിശ്ചിത സംഖ്യ ഇത്തരം സംഘങ്ങൾക്ക് കൈമാറും. കോഴിക്കോട് ജില്ലയിലെ 42 സംഘങ്ങൾക്ക് ജീവൻ പദ്ധതിയിലൂടെ ഗ്രാന്റ് ലഭിക്കും. കരുതലും ക്ഷേമവും എന്ന മലബാർ മിൽമയുടെ വാർഷിക ആസൂത്രണ പദ്ധതി ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പാൽ സംഭരണ വർധനവുൾപ്പെടെ ക്ഷീരമേഖലയിലെ എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള പദ്ധതി അടങ്കൽ തുകയുടെ വലിപ്പം കൊണ്ടും മികച്ചു നിൽക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിക്കോട് ഡയറി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മിൽമ ചെയർമാൻ KS മണി നിർവഹിച്ചു. ചടങ്ങിൽ മലബാർ മിൽമ ഭരണസമിതി അംഗം P ശ്രീനിവാസൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. മിൽമ ജനറൽ മാനേജർ NK പ്രേംലാൽ പദ്ധതി വിശദീകരിച്ചു. മിൽമ ഭരണസമിതി അംഗം KK അനിത, മലബാർ മിൽമ ഭരണസമിതി അംഗം PT ഗിരീഷ് കുമാർ, മാനേജർ PNDI IS അനിൽകുമാർ എന്നിവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് മുതലക്കുളത്ത് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ തീപിടിച്ച് പൊട്ടിത്തെറിച്ച് അപകടം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സംവരണ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കണമെന്ന് മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം. പൂതലിച്ച CPM ഇനി മണ്ണോട് ചേരുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ബഷീർ അനുസ്മരണ ദിനത്തിൽ വൈലാൽ വീട് സന്ദർശിച്ച വിദ്യാർത്ഥികൾ. പൂക്കാട് കലാലയം സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ചുമർ ചിത്ര പ്രദർശനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.